ഹായ്, എല്ലാവരെയും പുതിയൊരു ക്ലാസ്സിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 2-3 ടോപ്പിക്കുകൾ ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഏതൊക്കെ ടോപ്പിക്കാണ്? നമ്മൾ ബ്ലഡ് റിലേഷൻ എടുത്തായിരുന്നു, അതുപോലെ സീരീസ് എടുത്തു, അതുപോലെ അനലോഗി. ഇപ്പോൾ ഈ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ഏകദേശം 6 to 7 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഒരു 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ കിട്ടാൻ ചാൻസ് ഉള്ള കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എക്സാമിന് നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു, അപ്പോൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യനുകളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ആ പറഞ്ഞ ടോപ്പിക്കുകൾ ഒന്നുകൂടെ പറയാം. ഏതൊക്കെയാണ്? നമ്മൾ അനലോഗീസ് പറഞ്ഞായിരുന്നു. സിമിലാരിറ്റി ഡിഫറൻസസ് ഉദ്ദേശിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ടോപ്പിക്കുകളാണ്. ബ്ലഡ് റിലേഷൻഷിപ്പ് പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. കോഡിംഗ് ഡീകോഡിംഗ്. അപ്പം നിങ്ങൾ അത്യാവശ്യം ഈ ടോപ്പിക്കുകളെല്ലാം ഓർഡറിൽ കവറപ്പ് ചെയ്യും. നമ്പർ സീരീസ് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഞാനൊരു 6 to 7 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നൊരു 2 to 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കൊരു 10ഓളം ക്വസ്റ്റ്യൻസ് ആൾറെഡി ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്ന് തന്നെയുണ്ട്. അപ്പോൾ ഈ എടുത്ത ടോപ്പിക്കുകളൊക്കെ വളരെ പ്രാധാന്യമുള്ള ടോപ്പിക്കാണ്. എല്ലാവരും നല്ല സീരിയസ് ആയിട്ട് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമുക്ക് ക്വസ്റ്റ്യനുകളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതൊരു കോഡിങ്ങിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇൻ എ സർട്ടൺ കോഡ് വേർഡ് BARK എന്ന് പറയുന്ന വേർഡിനെ മാറ്റി എഴുതിയിരിക്കുന്നത് 5132 എന്നാണ്. അതുപോലെ തന്നെ ബെൻഡ് എന്ന് പറയുന്നൊരു വേർഡ് തന്നിട്ടുണ്ട്. അതിനെ മാറ്റി എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? 5749 എന്നാണ് മാറ്റി എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബിയേഡിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ മെത്തേഡുകൾ മനസ്സിലാക്കണം. ഇപ്പോൾ എന്താണ്, ഇവിടെ കുറച്ച് ആൽഫബറ്റുകൾ തന്നിട്ടുണ്ട്, ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിനെ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ബി എന്ന് പറയുന്ന വേർഡിനെ 5 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു, എ എന്ന് പറയുന്ന വേർഡിനെ 1 എന്ന് കൊടുത്തിരിക്കുന്നു, ആറിന് 3 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു, കെയ്ക്ക് 2 എന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെയും ബി എന്ത് തന്നെ 5 തന്നെയാണ്. ഇ എന്ന് പറയുന്ന ലെറ്ററിന് 7 കൊടുത്തിരിക്കുന്നു, എൻ എന്ന് പറയുന്ന ലെറ്ററിന് 4 കൊടുത്തിരിക്കുന്നു, ഡി എന്ന് പറയുന്ന ലെറ്ററിനെ 9 ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഈ ലെറ്ററുകളുടെ ഒന്നും സ്ഥാനവിലയല്ല തന്നിരിക്കുന്നത്. ആ ലെറ്ററുകൾക്ക് ഒരു നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുക. ഈ 2 വേർഡിനകത്തുള്ള ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡാണോ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നേക്കുന്നത് നോക്കുക. ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരിപാടി എളുപ്പമാണ്. കാരണം ബിയുടെ എത്ര? 5 ആണ്. ഇയുടെ എത്ര ആണ്? 7 ആണ്. എയുടെ എത്ര? 1 ആണ്. ആറിന്റെ എത്ര? 3 ആണ്. ഡിയുടെ എത്ര? 9 ആണ്. അപ്പോൾ 5713 എന്ന് പറയുന്ന 57139 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഉണ്ട്. ഇവിടെ ആരാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇതെന്താണ്? ഒരു കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞ മനസ്സിലായോ? കമ്പാരിസൺ, കോഡിംഗ് വിത്ത് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്നത് കമ്പയർ ചെയ്ത് മൂന്നാമത്തതിൻ്റെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിൻ്റെ ഭാഗമായിട്ട് കോഡിങ്ങിൽ നിന്ന് വരാം. എന്തായിരുന്നു ഇവിടുത്തെ ലോജിക്ക്? 2 എണ്ണം തന്നിട്ട് അതിൽ നിന്ന് കമ്പയർ ചെയ്ത് മൂന്നാമത്തേൻ്റെ എഴുതാൻ പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളും എൻ്റെ ഒപ്പം ചെയ്തു വരണം. ദാ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? നിങ്ങൾ പറയൂ. ഫീൽഡ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലേ? ഫീൽഡ് ആണോ? അല്ല, FLED എന്ന് പറയുന്ന ഒരു വേർഡ്. ഈ വേർഡിനെ 3921 എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത നിങ്ങൾ നോക്കൂ മക്കളെ, GIFT എന്ന് പറയുന്ന വേർഡിനെ 46317. അപ്പോൾ അത് ഇച്ചിരി വലിയൊരു വേർഡാണല്ലോ. ഓക്കെ, അപ്പോൾ ഹങ്കർ എന്ന് പറയുന്ന വേർഡിനെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ മാറ്റി എഴുതാം? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യം നോക്കൂ. എഫിൻ്റെ എത്ര? 6. എല്ലിൻ്റെ പ്ലേസ് വാല്യൂ എത്ര? 12. ഇയുടെ പ്ലേസ് വാല്യൂ എത്ര? 5. ഡിയുടെ എത്ര? 4. ജിയുടെ എത്ര? 7. ഐയുടെ എത്ര? 9. എഫിൻ്റെ എത്ര? 6. ടിയുടെ എത്ര? 20. ഇവിടെ ഈ തന്നിരിക്കുന്ന 2 എണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. നോക്കോക്കളെ, ഇവിടെ എഫിന് 3. ഇവിടെ എഫിന് വന്നിരിക്കുന്നത് 3. ഇവിടെ എൽ ഉണ്ട്, അവിടെ എല്ലില്ല. ഇവിടെ ഇ ഉണ്ട്, 2 വന്നേക്കുന്നത്. ഡി വന്നിരിക്കുന്ന 1 വന്നിരിക്കുന്നത്. ഇവിടെ 2 ഉള്ള അതേ വേർഡുകൾ തന്നെയാണോ ഇവിടെ വന്നേക്കുന്നത്? അല്ല, എച്ച് ഉണ്ട്, എച്ച് ഇല്ല, യു ഇല്ല. അപ്പോൾ ഇവിടെ വെച്ച് ഇവിടെ തന്നിരിക്കുന്ന നമ്പറുകൾ എടുത്ത് എഴുതാനല്ല. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നമ്പറുകൾക്ക് ഒരു പ്രത്യേകത എന്ത്? ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എഫിന്റെ പ്ലേസ് വാല്യൂ 6. 6ൽ നിന്ന് 3 കുറഞ്ഞ് 3 അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലിന്റെ പ്ലേസ് വാല്യൂ 12. 12ൽ നിന്ന് 3 കുറഞ്ഞ് 9 അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇയുടെ പ്ലേസ് വാല്യൂ 5. 5ൽ നിന്ന് 3 കുറഞ്ഞ് 2 അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡിയുടെ പ്ലേസ് വാല്യൂ 4. 4ൽ നിന്ന് 3. അപ്പൊ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റെപ്രസെന്റേഷനിൽ ഒരു -3 വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം എച്ചിന്റെ പ്ലേസ് വാല്യൂ അങ്ങ് എഴുതുക. എത്ര? 8.
യുവിൻ്റെ പ്ലേസ് വാല്യൂ എത്ര 21, എന്നിൻ്റെ എത്ര 14, കെയുടെ എത്ര 11. ഇതിൽ നിന്നെല്ലാം 3 കുറച്ചെഴുതണം. അപ്പോൾ 8ൽ നിന്ന് 3 കുറഞ്ഞാൽ എത്ര വരുന്നത് 5, 21ൽ നിന്ന് 3 കുറഞ്ഞാൽ എത്ര 18, 14ൽ നിന്ന് 3 കുറഞ്ഞാൽ എത്ര 11, 11ൽ നിന്ന് 3 കുറഞ്ഞാൽ എത്ര 8. അപ്പോൾ 5, 18, 11, 8 ഓപ്ഷൻ ബി അല്ലേ ആൻസർ വരുന്നത്. മനസ്സിലായോ? ഈ ടെക്നിക്ക് മനസ്സിലായോ? അപ്പോൾ രണ്ടാമത്തത് കമ്പാരിസൺ ആണെന്ന് പറയാൻ പറ്റില്ല. തന്നിരിക്കുന്ന കോഡുകളുടെ പ്ലേസ് വാല്യൂസിൽ നിന്ന് 3 വീതം ഡിക്രീസ് ചെയ്തുള്ള നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ വേർഡിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എന്നോടൊപ്പം ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കോഡിങ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈമിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണേ? അപ്പോൾ അത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ദ വേർഡ് ഫെയിം. അപ്പോൾ അതാ നോക്കൂ മക്കളെ, ഫെയിം എന്ന് പറയുന്ന വേർഡ് ഇവിടെ കോഡ് എന്ന് പറഞ്ഞാൽ എന്തോ മക്കളെ, മെസ്സേജിനെ വേറൊരു രീതിയിലോട്ട് മാറ്റുമല്ലേ. എന്താ മാറ്റിയിരിക്കുന്നത്? IDPH എന്നാണ് മാറ്റി എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിങ്കിനെ മാറ്റി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ മക്കളെ. പിങ്കിനെ എങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നത്? SLQN. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ റൂഡിനെ എങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാം. F എന്തായി? I ആയി, AD ആയി, AMP ആയി, EH. FI എന്ന് പറയുമ്പോൾ എത്ര മക്കളെ കൂടിയ? 1, 2, 3 ഇൻക്രീസ് ചെയ്ത് കണ്ടോ. ADI എന്ന് പറയുമ്പോൾ 1, 2, 3 അതാ 3 കൂടി. പിന്നെ F 1, 2, 3 ഓക്കെ എല്ലാം 3. അപ്പോൾ എമ്മിൽ നിന്ന് പി എന്ന് പറയുമ്പോൾ ഒക്കെ 1, 2, 3. അപ്പോൾ എല്ലായിടും 3 അല്ലേടാ. ഇവിടെ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇയിൽ നിന്ന് H 1, 2, 3. അപ്പം നമുക്ക് ഇത് ചെയ്തുകൂടെടാ. റൂഡിൻ്റെ 6ൽ നിന്ന് 1, 2, 3 യു വരും. യുവിൽ നിന്ന് 3, 1, 2, 3 UX വരുന്ന ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇനി അപ്പം ബാക്കി ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. ഓപ്ഷൻ സി ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു? ഞാൻ എന്താ എല്ലാത്തിൻ്റെയും എഴുതി നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒരെണ്ണം നോക്കിയപ്പോൾ തന്നെ നമുക്ക് ലോജിക്ക് മനസ്സിലായി. സോ സിമ്പിളി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇവനെ കറക്റ്റ് ചെയ്യാൻ പറ്റി, ആൻസറിലേക്കും എത്താൻ പറ്റി. നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ സമയമാണ് കുറച്ച് കൊണ്ടുവരേണ്ടത്. 10 മിനിറ്റോ 15 മിനിറ്റോ എടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറയുന്നതിന് യാതൊരു വാല്യൂവും ഇല്ല. എത്രയും പെട്ടെന്ന്, അതുകൊണ്ടാണ് ആ ഒരു വെപ്രാളം, പറയുമ്പോൾ പോലും ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളും ചെയ്യുമ്പോൾ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആണേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. അടുത്തത് നമുക്ക് തന്നിരിക്കുന്ന വെച്ചിട്ട് പിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. DAINTY. എന്താ തന്നേക്കുന്നേ? GCKQWB. ഇപ്പോൾ DGI എന്ന് പറയുമ്പോൾ എത്ര മക്കളെ കൂടിയ? DG 1, 2, 3 കൂടി. ACI എന്ന് പറഞ്ഞപ്പോൾ എത്ര കൂടി? ACI എന്ന് പറഞ്ഞപ്പോൾ 2 കൂടിയിരിക്കുന്നത്. IKI എന്ന് പറഞ്ഞപ്പോഴും എന്താ കൂടിയ? 2 കൂടിയിരിക്കുന്നത്. NQI എന്ന് പറയുമ്പോൾ 3 കൂടി. TWI എന്ന് പറയുമ്പോഴും 3 കൂടി. YBI ആകുമ്പോൾ 1, 2, 3 കൂടി. അപ്പോൾ ഇവിടെ 2 ലെറ്ററിൻ്റെ അടുത്ത് 2 വീതം കൂടി, ബാക്കിയുള്ള ലെറ്ററിൻ്റെ അടുത്തെല്ലാം 3 കൂടി. അതെന്തോ കോൺസെപ്റ്റ്? ഈ 2 കൂടിയ ലെറ്ററും ബാക്കിയുള്ള ലെറ്ററുകളും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. 2 കൂടിയ ലെറ്റേഴ്സ് എയും ഐയും അല്ലേ? അപ്പോൾ ഇവരാരാണ്? വവ്വൽസ് അല്ലേ? അപ്പോൾ വവ്വൽസിൻ്റെ അവിടെ എന്ത് കൂടി? 2 വീതം കൂടി. ബാക്കിയുള്ള കൺസോണൽ ലെറ്ററുകളുടെ അവിടെ 3 കൂടി. അങ്ങനാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സർട്ടൺ എന്ന് പറയുന്ന വേർഡിൻ്റെ അല്ലേ കണ്ടുപിടിക്കുന്നത്? സർട്ടൺ. അപ്പോൾ നിങ്ങൾ പറ, സിയുടെ അവിടുന്ന് എത്ര കൂടണം? 3 കൂടണം. 1, 2, 3 F. ഇയുടെ അവിടുന്ന് എത്ര കൂടണ്ടേ? 2 കൂടണ്ടേ. ഇയുടെ അവിടുന്ന് 2, 1, 2 G. FGയിൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഉണ്ട്. അപ്പം തന്നെ ഉത്തരം എവിടേക്ക് പോകും? ഓപ്ഷൻ സിയിലോട്ട് പോകും. ബാക്കി എല്ലാത്തിൻ്റെയും നോക്കി സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം ലോജിക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ടൈം വളരെ കുറച്ചുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം. FLEET. നമുക്ക് തന്നിരിക്കുന്ന വേടിയിൽ നിന്ന് പിടിക്കാന്നുള്ളതേ ഉള്ളൂ. എന്താ മാറ്റിയിരിക്കുന്നത്? TF MFF.
എഫ് ടി ഐ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഇത്രയും വലുതൊക്കെ വന്നു. എൽ എഫ് ആകുമ്പോൾ 1 2 3 4 5 6 -6, ഒരിടത്ത് വലിയൊരു സംഖ്യ ഒരിടത്ത് ചെറിയൊരു സംഖ്യ. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് മെത്തേഡാണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കണം. എന്ത് മെത്തേഡാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഈ കോഡിനെ നോക്കിയാൽ ഈ ഫസ്റ്റ് എഫ് ഇവിടെ 2 ഇ ഇവിടെ 2 എഫ്, ഈ ടി ഇതാണ് അവസാനത്തെ ടി ഇങ്ങ് ഇവിടെ വന്നു. ആദ്യത്തെ എഫ് ഇതാ ഇവിടെ വന്നു. ബാക്കി നോക്കൂ മക്കളെ, എൽ എം ആയി, ഇ എഫ് ആയി, എന്ത് ചെയ്തു? +1 വെച്ച് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വേർഡിനെ ആ രീതി മാറ്റാൻ പറ്റുമോ നോക്കി. ലേബറാണ് നമ്മുടെ വേർഡ്. ആറ് ആദ്യമേ ഇങ്ങ് വരണം. ഓക്കെ, വന്നു. എൽ ഇവിടെയും വന്നു. ഇനി എന്താ? എ ബി ആവണം, ബി സി ആവണം, ഒ എന്താവണം? പി ആവണം, യു എന്താവണം? വി ആവണം, ആർ എന്താവണം? എസ് ആവണം. ആർ എൽ ബി സി പി വി. ഇവിടെ ഒരു എണ്ണം മിസ്സിങ് ഉണ്ട് കേട്ടോ. അല്ല, ശരിയല്ല. എൽ എ ബി ആർ എൽ ബി സി പി ആർ എൽ ബി വന്നു. ശരി, ആർ എൽ ബി വന്നു, ആറ് വന്നു. ഇതിൻ്റെ ഇവിടെ എഴുതണ്ട. ശരി, ഇതിൻ്റെ നമ്മളിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയല്ലോ. ആർ എൽ ബി സി പി വി. സോ ഓപ്ഷൻ എ ആണ് ഉത്തരം വന്നത്. കാരണം ആറിൻ്റെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയല്ലോ. ആറിൻ്റെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി, എല്ലിൻ്റെ ഇങ്ങോട്ട് എഴുതി. എ ബി ഒ യു വരെ എഴുതിയാൽ മതി. സോ ആൻസർ ആർ എൽ ബി സി പി വി എന്ന് ഉത്തരം കിട്ടി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് പറയുമ്പോഴും ഇതുപോലെയുള്ള ചില ലോജിക്. ഇപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറേഞ്ച്മെൻറ്റും ഉണ്ട് അല്ലേ? അറേഞ്ച്മെൻറ്റും ഉണ്ട്, പ്ലസ് എന്തും വരുന്നുണ്ട്? ഇൻക്രിമെൻറ്റും വരുന്നുണ്ട്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു ആണ്. എന്താണ്? ഒരു ചിലടത്ത് ഇൻക്രിമെൻറ്റ് മാത്രമേ കാണത്തുള്ളൂ, അറേഞ്ച്മെൻ്റ് ഒന്നും കാണത്തില്ല. കഴിഞ്ഞ ക്വസ്റ്റിനകത്തൊക്കെ ഇപ്പോൾ +3യുടെ ഇൻക്രിമെൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ആ വവൽസ് വന്നപ്പോൾ +2 അല്ലാത്തപ്പോൾ +3 എന്നൊരു വന്നു. അപ്പോൾ അവിടെ എന്താണ് പ്രത്യേകത? അറേഞ്ച്മെൻ്റ് അല്ല, ഇൻക്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ അറേഞ്ച്മെൻറ്റും ഉണ്ട്, എന്തുകൊണ്ട്? ഇൻക്രിമെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ശ്രദ്ധിച്ചു പോകണം. അറേഞ്ച്മെൻറ്റും ഉണ്ട്, അത് ഇത് രണ്ടെണ്ണം ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യുക ചെയ്തത്. ഇതിന് മാത്രം ഇവിടെ മുതലേ ഉള്ളൂ എന്ത്? +1ൻ്റെ ഇൻക്രീസ് വരുന്നത്. അപ്പോൾ ഇവിടെ മുതൽ +1ൻ്റെ ഇൻക്രീസും ഇവിടെ എന്താണ്? 2 അറേഞ്ച്മെൻറ്റുകളും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സമയം പോകാതെ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങളുടെ ഒരു പെർഫോമൻസ്, നിങ്ങളുടെ ഒരു ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്താണ്? ലീഫ് എന്ന് പറയുന്ന വേർഡ്. ലീഫ്, EZD. എനിക്കിത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FEI, AZI, EDI, LKI എന്തുവാണ്? ബാക്കിലോട്ടല്ലേ? -1 അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നു ഫ്ലവറിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഫ്ലവറിൻ്റെ എങ്ങനെ എഴുതാം? റിവേഴ്സിൽ -1 വരണം. R S ആവുന്നു, E D ആവുന്നു, W V ആവുന്നു, O N ആവുന്നു, L K ആവുന്നു, F E ആവുന്നു. റിവേഴ്സിൽ -1. അപ്പോൾ എന്താ കിട്ടിയത്? പറ. SD R റിവേഴ്സിലല്ലേ? R അപ്പോൾ ആവുന്ന Q ആ. QD VN KE ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. QD VN KE. അപ്പോൾ നമ്മൾ റിവേഴ്സിലാണ്, ബാക്കിലോട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ R എന്താണ്? ഇങ്ങോട്ട് ഞാൻ ആദ്യം S എഴുതേണ്ട കാര്യം ഫ്രണ്ടിലോട്ടാണ് എടുത്തത്, ബാക്കിലോട്ടാണ് എടുക്കേണ്ടത്. R Q ആയി, L E എന്തായി?
ഡി ആയി, ബാക്കിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ റിവേഴ്സിൽ -1 എടുത്തപ്പം ആൻസർ ഇത് കിട്ടി, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇവിടെയും എന്തുണ്ട്, ഒരു അറേഞ്ച്മെൻറ്റും ഉണ്ട്, അതിൻ്റെ ഒപ്പം എന്തുണ്ട്, ഡിക്രീസും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ വരുമ്പം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അല്ല നേരെ തന്നെ എപ്പോഴും ഇപ്പോൾ LEI ഇങ്ങനെ നേരെ തന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത്. ഇത്തരത്തിലൂടെ ക്രോസ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വന്ന പോലുള്ള അറേഞ്ച്മെൻറ്റുകൾ, അപ്പോൾ അറേഞ്ച്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുകൂടി ശ്രദ്ധിച്ച് പോകാൻ ശ്രമിക്കണം. ഓക്കെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റോർക്ക് എന്ന് പറയുന്ന വേർഡ്, സ്റ്റോർക്കിനെ എങ്ങനെ ആക്കി മാറ്റിയിരിക്കുന്നത്, URROO. SEUI എന്ന് പറയുമ്പോൾ എന്തോ മക്കളെ വരുന്നത്, SEUI എന്ന് പറയുമ്പോൾ 2 കൂടി എന്നല്ലേ, TRI എന്ന് പറയുമ്പം 2 കുറഞ്ഞു, ORI എന്ന് പറയുമ്പം 1 2 3 കൂടി, അടുത്ത 6 OI എന്ന് പറയുമ്പോൾ 3 കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ലോജിക്കുണ്ട്, ഒരിടത്ത് 2 കൂടി 2 കുറഞ്ഞു, 3 കൂടി 3 കുറഞ്ഞു. അപ്പോൾ KO നോക്കാം, 4 കൂടുവാണോ നോക്കാം, 1 2 3 4, അപ്പോൾ അടുത്ത 4 കൂടി. ഇവിടുത്തെ ലോജിക്ക് എന്താ, 2 കൂടി 2 കുറഞ്ഞു, 3 കൂടി 3 കുറഞ്ഞു, പിന്നെ 4 കൂടി, അടുത്ത 4 കുറയാനില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ BUNKE എന്ന് പറയുന്ന വേർഡിൻ്റെ ഒന്ന് പറയാമോ, ഏതാ, ആദ്യം 2 കൂടണം. 2 കൂടുക എന്ന് പറയുമ്പം ബിയിൽ നിന്ന് 2 കൂടുമ്പം CD, ഡിയിൽ തുടങ്ങണം, എല്ലാം ഡിയിലാണ് തുടങ്ങുന്നത്. അടുത്ത് 2 കുറയും, യുവിൽ നിന്ന് 2 കുറയുക, TS, S ആണ്, DSൽ തുടങ്ങുന്നത് 3 എണ്ണം ഉണ്ട്. അടുത്ത 3 കൂടണം, എന്നിൽ നിന്ന് 3, 1 2 3, ആരാ, Q. DSQ വരുന്ന ആരുണ്ട്, DSQ വരുന്ന 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് 2 DSQ വരുന്നതാണ്. ഇതിലാരാണ്, കെയിൽ നിന്ന് 3 കുറയണം, കെയിൽ നിന്ന് 3 കുറയാന്ന് വെച്ചാൽ 1 2 3, DSQH വരുന്ന ആരുണ്ട്, വളരെ കൃത്യമായിട്ട് നമ്മൾ ഉത്തരത്തിലെത്തി. ഏതാണ്, ഓപ്ഷൻ സി. അപ്പോൾ 2 കൂടി 2 കുറഞ്ഞു, 3 കൂടി 3 കുറഞ്ഞു, 4 കൂടി 4 കുറഞ്ഞു, ഇങ്ങനെയാണ് പോയത്. അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തു, ആൻസർ കണ്ടുപിടിച്ചു. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വന്നു എന്നുള്ളേ ഉള്ളൂ. അറേഞ്ച്മെൻറ്റ് ഇവിടെ ഇല്ല. ഇവിടെ ഇൻക്രിമെൻറ്റിൻ്റെയും ഡിക്രിമെൻറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് വന്നത്. അതിൽ നിന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നന്നായി ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ SSC GD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും ഒക്കെ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഓരോ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ഇതിൽ കുറേ ആൾക്കാർ വളരെ സപ്പോർട്ടീവായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, കമൻറ്റുകൾ പറയുമ്പോൾ, എല്ലാ കമൻറ്റുകൾക്ക് റിപ്ലൈ ഒന്നും തരുന്നില്ലെങ്കിലും ഈ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസും അല്ലെങ്കിൽ കണ്ടൻറ്റുമായി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാൻ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുക. എന്താണ്, ഫാസ്റ്റ് ട്രാക്ക് ഹിം എങ്ങനെയാണ് പോകുന്നത്, അവിടെ നമുക്ക് വി ഗിവ് ഫാസ്റ്റ് ഡ ജോ ഹി. അടുത്ത എന്താണ്, ട്രാക്ക് മൈ ഓർഡർ, ട്രാക്ക് മൈ ഓർഡർ. VUBALE. അപ്പോൾ നിങ്ങളിതൊന്ന് നോക്കിയേ, എന്താണ് ഇവിടെ വരുന്നത്, ഇവിടെ 2 ഫാസ്റ്റ് ഉണ്ട് കണ്ടോ, ഇവിടെ 2 ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് കമ്പാരിസൺ, ആക്ച്വലി ഒരു കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ലെറ്റർ കോമ്പിനേഷൻ ഏതാ, DA എന്ന് പറയുന്ന ലെറ്റർ കോമ്പിനേഷൻ അല്ലേ വന്നേക്കുന്നത്, കണ്ടോ. ഇനി അതുപോലെ തന്നെ ഇവിടെ 2 ഈ 1ാമത്തെ സെന്റൻസിനകത്തും ട്രാക്ക് ഉണ്ട്, 3ാമത്തെ സെന്റൻസിനകത്തും ട്രാക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ലെറ്റർ ആരാ, LE എന്ന് പറയുന്ന ലെറ്റർ അല്ലേ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ കോഡ് ഫോർ വേർഡ് ഹിം. ഹിം എന്ന് പറയുന്ന വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ഏത്, ആരാണ്, PA അല്ലേ. അപ്പോൾ ആൻസർ എന്താ, സെക്കൻഡ് ആൻസർ ആയ PA എന്ന് നമുക്ക് കിട്ടി. സംഭവം ക്ലിയർ ആയോ. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ഹിം, വി ഗീവ് ഫാസ്റ്റ്, ട്രാക്ക് മൈ ഓർഡർ എന്ന് പറയുന്ന സെന്റൻസുകളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഓരോ ലെറ്റർ കോമ്പിനേഷൻ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ കോമൺ ആയിട്ടുള്ള വേർഡുകൾ എടുത്തുകൊണ്ട് ഇവിടെ കോമൺ ആയിട്ട് വന്ന ലെറ്റർ കോമ്പിനേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ 2
ട്രാക്ക് വന്നു. അപ്പോൾ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് വന്ന എൽ എന്ന് പറഞ്ഞ ലെറ്ററാണ്. ഇവിടെ രണ്ടിടത്തും ഫാസ്റ്റ് വന്നു. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് വന്ന ലെറ്റർ കോമ്പിനേഷൻ ഡി ആണ്. അപ്പോൾ ഇവിടെ റിമൈനിങ് ആയിട്ട് പി എ മാത്രമേ ഉള്ളൂ, ഇവിടെ റിമൈനിങ് ആയിട്ട് ഹിമ്മേ ഉള്ളൂ. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി ഹിം എന്ന് പറയുന്ന വേർഡ് ഡിനോട്ട് ചെയ്യുന്ന ആരെയാണ്? പി എ എന്ന് പറയുന്ന ലെറ്റർ കോമ്പിനേഷനെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, പാടൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതാ CLOAKED 39. ഇതാ ഇത് ആൽഫബറ്റുകളെ നമ്പറുകൾ ഉപയോഗിച്ച് കോഡ് ചെയ്തിരിക്കുക. ക്ലോക്ക്ഡ് എന്നുള്ളതിനെ നമ്മൾ 39 എന്ന് കൊടുത്തു. ശരി, ഫ്ലാങ്ക് എന്ന് പറയുന്ന വേർഡിനെ 32 എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫ്ലോക്ക്ഡ് എന്ന് പറയുന്ന വേർഡ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ഏത് നമ്പറിനെ ഡിനോട്ട്? നമുക്ക് ആകെ ആൽഫബറ്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ പ്ലേസ് വാല്യൂസ് അറിയാം. സിയുടെ പ്ലേസ് വാല്യൂ എത്ര? 3. എല്ലിന്റെ പ്ലേസ് വാല്യൂ എത്ര? 12. ഓയുടെ എത്ര? 15. എയുടെ എത്ര? 1. കെയുടെ എത്ര? 11. ഇയുടെ എത്ര? 5. ഡിയുടെ എത്ര? 4. അപ്പൊ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുന്നത്? 11 4 15, 15 5 20. ഇത് 3 കൂടെ കൂട്ടി. അപ്പോൾ എനിക്ക് 20 കിട്ടി. ഇനി ഇത് ഓക്കെ, ഞാൻ കൂട്ടാൻ എളുപ്പമുള്ള സംഖ്യകൾ കൂട്ടുവാണേ. 15, 12 15, അടുത്ത ഈ 15. അപ്പോൾ നമുക്ക് എത്ര? 30, 50, 51. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് എത്ര? 51 അല്ലേ പിള്ളേരെ കിട്ടുന്നത്? 51. അപ്പോൾ 51ൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് 39 വന്നത്. അപ്പോൾ 51ൽ നിന്ന് എത്ര കുറഞ്ഞു എന്ന് ചിന്തിക്കുക. 12 കുറഞ്ഞപ്പോഴാണ് നമുക്ക് 39 കിട്ടുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് ഫ്ലാങ്കിന്റെ നോക്കാം. എഫിന്റെ എത്ര മക്കളെ വരുന്നത്? 6. എല്ലിന്റെ എത്ര? 12. എയുടെ എത്ര? 1. എന്നിന്റെ എത്ര? 14. കെയുടെ എത്ര? 11. അപ്പോൾ നിങ്ങൾ നോക്ക്, 11ഉം 1 കൂടെ കൂട്ടുമ്പോൾ ഇത് 2 കൂടെ കൂട്ടുമ്പോൾ 12 കിട്ടും അല്ലേ? അപ്പോൾ 12 12 എത്ര കിട്ടി? 24. 24ന്റെ കൂടെ 14 കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 24 10 34 38. 38ന്റെ കൂടെ 6 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? 44. ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്നത് ടോട്ടൽ സം, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ സം 44. അതിൽ നിന്ന് നിങ്ങൾ ഈ 12 ഒന്ന് കുറച്ച് അന്നേരം നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര? 12 കുറയ്ക്കുമ്പോൾ 32 അല്ലേ വരുന്നത്. അപ്പോൾ സംഭവം ക്ലിയറാ. എന്താ ഇവിടുത്തെ പരിപാടി? ഇവിടെ എല്ലാം കൂടെ പ്ലേസ് വാല്യൂ കൂട്ടിയിട്ട് കോൺസ്റ്റന്റ് 12 കുറയ്ക്കണം. അപ്പോൾ എഫിന്റെ എത്ര? എഫിന്റെ 6. എയുടെ എത്ര? എല്ലിന്റെ എത്ര? 12. ഓയുടെ എത്ര? 15. സിയുടെ എത്ര? 3. കെയുടെ എത്ര? 11. ഇയുടെ എത്ര? 5. ഡിയുടെ എത്ര? 4. അപ്പോൾ നിങ്ങൾ പറ, 11 4 15, 15 5 20, 20ഉം ഇത് 15, 12 3 15, 12 3 15, ഈ 15 കൂടെ വരുമ്പം 30. അപ്പം 30 20 56. 56ൽ നിന്ന് 12 കുറയ്ക്കണം. 56ൽ നിന്ന് 10 പോകുമ്പോൾ 46. 44 ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ കൃത്യമായിട്ട് നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റി? ആൻസറിലേക്ക് എത്താൻ പറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്തേ? ഓരോ ലെറ്റേഴ്സിൻ്റെയും പ്ലേസ് വാല്യൂ എടുത്ത് സമ്മ് കണ്ടുപിടിച്ചിട്ട്, ഇതെല്ലാം കൂടെ കൂട്ടിയ സമ്മ് കണ്ടുപിടിച്ചിട്ട്, ആ സമ്മിൽ നിന്ന് എല്ലായിടത്തും കോൺസ്റ്റന്റ് 12നെ വെച്ച് എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ലോജിക്കേ ഉള്ളൂ. എന്താണ്? കോഡിംഗ് വിത്ത് നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഡിംഗ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ക്ലിയർ ആണേ? അടുത്തൊരു വേർഡ് ടീച്ചർ എന്ന് പറയുന്ന വേർഡ് നോക്കൂ. ടീച്ചർ എന്ന് പറയുന്ന വേർഡ്, ടീച്ചറിനെ എങ്ങനെ മാറ്റിയിരിക്കുക? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ടീച്ചറിനെ എന്ത് ചെയ്തിരിക്കുവാണ്? RCYAFCP. പെട്ടെന്ന് നോക്കിയേ. TRI എന്ന് പറഞ്ഞാൽ അടുത്ത് കിടക്കുന്ന നമ്പറാണ്. -2. ECI -2. A-2. അപ്പോൾ എന്താ മക്കളെ? ഇവിടെ -2 മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റിന്റെ പെട്ടെന്നൊന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. എസിൽ നിന്ന് -2 Q ആണ് വരുന്നത്. യുവിൽ നിന്ന് ഒറ്റ ഒരെണ്ണേ ഉള്ളടാ ക്യൂവിൽ തുടങ്ങുന്നത്. വളരെ പ്രത്യേകമാണ്. യുവിൽ നിന്ന് -2 ആകുമ്പോൾ QS തുടങ്ങുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഉത്തരം. ബാക്കിയുള്ളതെല്ലാം ക്യൂവിലല്ല തുടങ്ങുന്നത്. അപ്പം തന്നെ ഇത് ഓരോന്നും അല്ലെന്ന് പെട്ടെന്ന് ഓപ്ഷൻ കട്ട് ചെയ്ത് ആൻസറിൽ എത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണുള്ളത്. ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കുക, ഓപ്ഷനുമായിട്ട് നോക്കുക, പെട്ടെന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാരുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോകാം. സമയം നമ്മൾ കളയേണ്ട യാതൊരു കാര്യവും നിലവിലില്ല. ഓക്കെ, ഇതാ നോക്കാം. നേഷൻ. അടുത്ത നേഷൻ എന്ന് പറയുന്ന വേർഡ് എന്താ വന്നേക്കുന്നത്? MZGRLM. നോക്കൂ മക്കളെ. NMI എന്ന് പറഞ്ഞാൽ -1, AZI എന്ന് പറഞ്ഞാൽ -1, TGI എന്ന് പറയുമ്പോൾ -1 അല്ല. അപ്പോൾ ഇവിടെ നോക്കൂ മക്കളെ,
ഓപ്പോസിറ്റ് ലെറ്റർ അല്ലേ? ടിക്ക് ഓപ്പോസിറ്റ് അല്ലേ ജി? ഐക്ക് ഓപ്പോസിറ്റ് അല്ലേ ആർ? ഒയ്ക്ക് ഓപ്പോസിറ്റ് അല്ലേ എൽ? എന്നിന് ഓപ്പോസിറ്റ് അല്ലേ എം? ഇതിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ബോട്ടിലിൻ്റെ എന്ത് വരും? ബോട്ടിലിൻ്റെ എന്താ വരുന്നത്? ബോട്ടിലിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ വെച്ച് പിടിച്ചാൽ മതി. ബിക്ക് ഓപ്പോസിറ്റ് വൈ, ഒയ്ക്ക് ഓപ്പോസിറ്റ് എൽ, ടിക്ക് ഓപ്പോസിറ്റ് ജി, ജി എല്ലിന് ഓപ്പോസിറ്റ് ഒ, ഇക്ക് ഓപ്പോസിറ്റ് വി, വൈ എൽ ജി ജി ഒ വി. ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് വളരെ സിമ്പിളായിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ എന്തുവായിരുന്നു ലോജിക്ക്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എക്ക് ഓപ്പോസിറ്റ് ഐ സെഡ്, ബിക്ക് ഓപ്പോസിറ്റ് വൈ, സിക്ക് ഓപ്പോസിറ്റ് എക്സ്. ഈ ഓപ്പോസിറ്റ് ലെറ്റേഴ്സിൻ്റെ പരിപാടി മനസ്സിലാക്കി വെക്കണം. അതും പലപ്പോഴും ഇത്തരം അറേഞ്ച്മെൻറ്റുകളിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നൊന്നും സമയം കളയേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. പറഞ്ഞ മക്കളെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യ്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. വന്നിരിക്കുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം. വി ഡി എ ഇ സി. മക്കളെ, ഇവിടുത്തെ അതേ ലെറ്റേഴ്സ് തന്നെ അല്ലേ ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും വന്ന്, കോഡ് ചെയ്യപ്പെട്ടതിന് ശേഷം വന്ന്. അപ്പോൾ ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റാണ്. എന്താ അറേഞ്ച്മെൻറ്റ് നോക്കൂ. ഇവിടെ എ ഡി വി വന്നു, ഇവിടെ വി ഡി എ എന്ന് വന്നു, ഇവിടെ ഐ സി എന്ന് വന്നു, ഇവിടെ ഇ സി. അപ്പോൾ ഇവനെ എടുത്ത് റിവേഴ്സ് ചെയ്തിട്ടു എന്നല്ലേ പരിപാടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ബെറ്ററിൻ്റെ എങ്ങനെ ചെയ്യാൻ പറ്റും? BETTER. അപ്പോൾ ഇവനെ എടുത്ത് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ എന്താണ്? TERBRET. വളരെ സിമ്പിളായിട്ട് ഇവനെ റിവേഴ്സ് ചെയ്തു, ഇവനെ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു, ഇവിടെയും റിവേഴ്സ് ചെയ്തു അല്ലേ? വളരെ സിമ്പിളായിട്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇവൻ ഇവിടെ പോയി, ഇവ ഇവിടെ വന്നു, ഇവൻ ഇവിടെ പോയി, ഇവ ഇവിടെ വന്നു. ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് വന്നു എന്ന് പറയാം. അപ്പോൾ എന്താ? TEBRET. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഏതെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ആൽഫബറ്റുകളെ നമ്പറുകൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ ആൽഫബറ്റിനെ നമ്പർ ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്ന രീതി കണ്ടു. ആൽഫബറ്റുകൾ ഉപയോഗിച്ച് കോഡ് ചെയ്യുന്ന രീതി കണ്ടു. അതിൽ തന്നെ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻ്റ് ഉള്ളത് കണ്ടു. അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് പ്ലസ് അറേഞ്ച്മെൻറ്റ് വരുന്നത് കണ്ടു. ഇതുപോലെ പ്യുവർലി അറേഞ്ച്മെൻറ്റ് മാത്രം വരുന്നത് കണ്ടു. അതുപോലെ തന്നെ വേർഡുകളും സെൻറ്റൻസുകളും കറസ്പോണ്ടിങ് ആയിട്ട് ലെറ്റർ കോമ്പിനേഷനും തന്നിട്ടുള്ള കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടു. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഏതിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഏത് ഏരിയയിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? കോഡിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ, 2 ക്വസ്റ്റ്യൻസ് മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്താൽ, ഇപ്പോൾ തന്നെ ഞാൻ ഏകദേശം 10 ക്വസ്റ്റ്യൻസോളം വരുന്ന ഒരു ഏരിയ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 20 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കുക. അതിലെ 10ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി വളരെ സിമ്പിളായിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. ഓരോ ടോപ്പിക്കുകളും ഓരോ വീക്കിൽ ഓരോരോ ക്ലാസ്സുകളുമായി പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഹാപ്പി ലേണിംഗ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.